എത്ര സന്തോഷത്തോടെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും ഒരു നിമിഷം മതി എല്ലാം തകർന്ന് തരിപ്പണമാകാൻ. അത്തരത്തിൽ ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇവിടെ അമ്മയുടെ ചെറിയൊരു അശ്രദ്ധയിലില്ലാതായത് 2 ജീവനുകളാണ്. ഒരു കുഞ്ഞിക്കാൽ കാണാൻ കൊതിച്ച് ഒടുവിൽ കൈവെള്ളയിൽ ആ കുഞ്ഞു ജീവനെ കിട്ടിയപ്പോൾ ആ അമ്മ കണ്ട സ്വപ്നങ്ങൾക്ക് അളവുണ്ടായിരുന്നില്ല. എന്നാൽ അതേ കുഞ്ഞു തന്നെ നമ്മെ വിട്ടുപോകുന്നത് കാണേണ്ടി വരുന്ന ഒരമ്മയുടെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ. അതാണ് ഇവിടെ സംഭവിച്ചത്. നമ്മളുടെ മക്കളുടെ കാര്യത്തിൽ നാം എത്രത്തോളം ജാഗ്രതയുള്ളവരായിരിക്കണം എന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണം കൂടിയാണ് ഈ വേദനിപ്പിക്കുന്ന സംഭവം. ബംഗളൂരുവിലാണ് അമ്മയുടെയും പിഞ്ചു കുഞ്ഞിൻ്റെയും ജീവനെടുത്ത സംഭവം നടക്കുന്നത്. IT മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രതിഭ എന്ന യുവതിയും ഇവരുടെ പിഞ്ചു കുഞ്ഞുമാണ് കഴിഞ്ഞ ദിവസം ദാരുണമായി മരണപ്പെട്ടത്. പ്രതിഭയും 11 മാസം പ്രായമുള്ള അവരുടെ കുഞ്ഞും ഭർത്താവും അടങ്ങുന്ന കുടുംബം വാടക വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്. കഴിഞ്ഞ ദിവസം ജോലിക്കായി ഭർത്താവ് പുറത്തേക്ക് പോയ സമയത്താണ് സംഭവം നടക്കുന്നത്. വർക്ക് ഫ്രം ഹോം ആയിരുന്നതുകൊണ്ട് തന്നെ പ്രതിഭ വീട്ടിലിരുന്നാണ് ജോലികൾ ചെയ്തിരുന്നത്. ഇതിനിടെ ഉണങ്ങാനിട്ടിരുന്ന തുണികൾ എടുക്കാനായി പ്രതിഭ വീടിന്റെ ടെറസിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ ആ നിമിഷം കൊണ്ട് ഇവരുടെ കുഞ്ഞ് പിച്ച വെച്ച് നടന്നുപോയത് വീടിനകത്തെ കുളിമുറിയിലേക്കായിരുന്നു. തിരികെ എത്തിയ പ്രതിഭ കണ്ട കാഴ്ച സഹിക്കാൻ കഴിയാത്തതാണ്. കുളിമുറിയിലെ ബക്കറ്റിലെ വെള്ളത്തിൽ വീണ് ചലനമറ്റ് കിടക്കുന്ന തന്റെ പൊന്നോമനെയാണ് പ്രതിഭ അവിടെ കണ്ടത്. ഏതൊരമ്മയ്ക്കാണ് ആ കാഴ്ച സഹിക്കാൻ കഴിയുക? താൻ തുണിയെടുക്കാൻ പോയ ആ സമയം കൊണ്ട് തന്റെ ലോകം മുഴുവൻ അവസാനിച്ചിരിക്കുന്നു. താൻ നെഞ്ചോട് ചേർത്ത കുഞ്ഞ്, അവന്റെ ചിരി, അവന്റെ കരച്ചിൽ എല്ലാം നിശ്ചലമായിരിക്കുന്നു. ഇതോടെ കുറ്റബോധം ആ 29-കാരിയുടെ ഉള്ളിൽ ആളിപ്പടർന്നു. അങ്ങനെ തന്റെ കൺമുന്നിൽ ചേതനയേറ്റ് കിടക്കുന്ന മകന്റെ അടുത്തേക്ക് തന്നെ ആ അമ്മയും പോകാൻ തീരുമാനിക്കുകയായിരുന്നു. സംഭവസ്ഥലത്തുനിന്ന് ലഭിച്ച ആത്മഹത്യാ കുറിപ്പ് വായിക്കുമ്പോൾ ഏതൊരാളുടെയും കണ്ണൊന്നു നിറയും. എനിക്കെന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, ഇതിനുത്തരവാദി ഞാൻ മാത്രമാണ് എന്നായിരുന്നു വരികളുടെ ചുരുക്കം. കുഞ്ഞിന്റെ മരണത്തിൽ ദുഃഖിതയായ പ്രതിഭ വീട്ടിലുണ്ടായിരുന്ന 15ഓളം പാരസിറ്റാമോൾ ഗുളികകൾ കഴിച്ചാണ് ആദ്യം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. പിന്നാലെ കൈത്തണ്ട മുറിച്ച ശേഷം തൂങ്ങി മരിക്കുകയായിരുന്നു. വൈകുന്നേരം 6:30 ഭർത്താവായ മഹന്തേഷ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ വാതിൽ അകത്തുനിന്നും പൂട്ടിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഒടുവിൽ സ്പെയർ താക്കോൽ ഉപയോഗിച്ച് വീട്ടിൽ കയറിയപ്പോഴാണ് ഭാര്യയെയും മകനെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഗുളികകൾ കഴിച്ച് കൈത്തണ്ട മുറിച്ച് ആത്മഹത്യ ചെയ്യാൻ ആദ്യം ശ്രമിച്ചുവെങ്കിലും ഒടുവിൽ തൂങ്ങി മരിക്കാൻ തീരുമാനിക്കുകയാണ് എന്നും ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കുന്നുണ്ട്. സംഭവത്തിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വീട്ടിൽ ചെറിയ കുട്ടികളുള്ളപ്പോൾ നമ്മൾ എത്രത്തോളം ജാഗ്രത പുലർത്തണം എന്നതിന്റെ വലിയൊരു ഉദാഹരണമാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം. ജോലിക്കിടയിലോ വീട്ടിലെ തിരക്കിനിടയിലോ നമ്മൾ കാണിക്കുന്ന ചെറിയൊരു അശ്രദ്ധ പോലും നികത്താനാവാത്ത നഷ്ടങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഇനി മറ്റൊരു കാര്യം കൂടി, വീഴ്ചകൾ ആർക്കും പറ്റാം, അത് ഒരിക്കലും മനഃപൂർവ്വമല്ല. എന്നാൽ ആ കുറ്റബോധം കൊണ്ട് സ്വന്തം ജീവൻ ഇല്ലാതാക്കുന്നത് മറ്റൊരു വലിയ ദുരന്തമാണ്. ഇവിടെ ആ പാവം യുവാവ് ഇപ്പോൾ ഭാര്യയെയും മകനെയും നഷ്ടപ്പെട്ട ജീവിതത്തിൽ തനിച്ചായിരിക്കുകയാണ്. ഇനിയൊരു കുടുംബത്തിനും ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാവരും ജാഗ്രത പുലർത്തുക.